നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണു സുധി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. തനിക്ക് ക്യാൻസർ രോഗം ബാധിച്ചിരുന്നു എന്ന വാർത്തകൾ രേണു ഔദ്യോഗികമായി പങ്കുവച്ചപ്പോൾ മലയാളികളേറെ ഞെട്ടലോടെയും സങ്കടത്തോടെയുമാണ് അത് കേട്ടത്. രോഗത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ നേരത്തെ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നിരുന്നുവെങ്കിലും ഫിറോസിന്റെ ഒരു കുറിപ്പിന് പിന്നാലെയാണ് രേണു നേരിട്ട് സത്യം വെളിപ്പെടുത്തിയത്. ചികിത്സയ്ക്ക് പണം ആവശ്യമായതിനാലാണ് വിമർശനങ്ങൾക്കിടയിലും സബ്സ്ക്രിപ്ഷനുകളുമായി മുന്നോട്ടു പോയതെന്ന് രേണു തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ 3 വർഷമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ആളാണ് രേണു സുധി. പഴികൾ കേട്ടിട്ടും അവർ അവരുടേതായ ജീവിതവുമായി മുന്നോട്ടു പോയി. ഇതിനിടയിലാണ് രേണുവിന് ക്യാൻസർ എന്ന വിവരം പുറത്തുവരുന്നത്. ഇപ്പോഴിതാ തന്റെ ആദ്യ കീമോതെറാപ്പിക്ക് ശേഷമുള്ള ആരോഗ്യസ്ഥിതി പങ്കുവച്ചിരിക്കുകയാണ് രേണു സുധി. ആദ്യ കീമോ കഴിഞ്ഞതിന് പിന്നാലെ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്നും രേണു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. ഈ കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് സ്വന്തം ചേച്ചിയാണെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. 3 ആഴ്ച കൂടുമ്പോൾ ഒരു കീമോ വെച്ച് 6 കീമോയാണ് ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം സർജറിക്കും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജാണ് എന്റെ തറവാട്. ഇവിടെയാണ് എന്റെ ചികിത്സ. എത്ര വർഷം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും ഋതപ്പന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് ശത്രുതയുള്ളവർ ഉണ്ടാകും. ഞാനായിട്ട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. കീമോയ്ക്ക് ശേഷം എന്നെ പുറത്തു നിർത്തിയിരുന്നു. ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് എന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ സംസാരിച്ചത്. അവർ അതൊന്നും എന്നോട് പറഞ്ഞില്ല. ചിലപ്പോൾ സീരിയസ് ആയ കാര്യങ്ങളാകും. ഇവിടെ വീട്ടിൽ വന്നപ്പോഴും എന്നെ റൂമിലിരുത്തി കഥകടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ അറിഞ്ഞത് വെച്ച് എന്റെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. മരുന്നിന് തന്നെ ലക്ഷങ്ങളാകും. അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. കുറച്ചു പരിപാടികൾ മുടങ്ങിപ്പോയിരുന്നു. പിരിവിന് വേണ്ടി പറയുന്നതല്ല, ചാനൽ പിന്തുണയ്ക്കണം. വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടാകണം. എന്നാലേ മരുന്നൊക്കെ മേടിക്കാൻ സാധിക്കൂ. ബിഗ് ബോസിലെ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്നുവെന്നേ ഉള്ളൂ. എവിടെ നിന്നോ കിട്ടിയ ധൈര്യമാണിത്. പണ്ടേ ഞാൻ ഇങ്ങനെയാണ്. മനക്കരുത്തുണ്ട്. ബാക്കിയുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ് എന്നായിരുന്നു രേണു സുധി പറഞ്ഞത്. പ്രൊഫഷണൽ നഴ്സായ ചേച്ചി തന്റെ ജോലിയിൽ നിന്ന് രാജിവെച്ചാണ് ഇപ്പോൾ രേണുവിനെ പരിചരിക്കാൻ ഒപ്പമുള്ളത്. കടുത്ത ക്ഷീണം കാരണം തളർന്നിരിക്കുന്ന തനിക്ക് ചേച്ചിയാണ് ഭക്ഷണം വാരി നൽകുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് രേണു സങ്കടത്തോടെ പങ്കുവച്ചു. തുടക്കം മുതലേ കാര്യങ്ങൾ നോക്കുന്നതും കൂടെ വരുന്നതും എല്ലാം ചേച്ചിയാണ്. ചേച്ചി നഴ്സാണ്. കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയാം. അന്ന് ഈ മുഴ വന്നതോ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതോ ഒന്നും തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് ഹൈദരാബാദിൽ ജോലി ചെയ്യുകയായിരുന്നു ചേച്ചി. ഇപ്പോൾ നാട്ടിലെ ആശുപത്രിയിലാണ് ജോലി. ലീവൊക്കെ എടുത്താണ് കൂടെ വരുന്നതെന്നും രേണു പറഞ്ഞിരുന്നു. ഫസ്റ്റ് കീമോ കഴിഞ്ഞു. ചേച്ചി ഫുഡ് തരുന്നു. എനിക്ക് വയ്യ. നല്ല ക്ഷീണവും ശരീരവേദനയുമാണ്. പ്രാർത്ഥിക്കണേ എന്നാണ് തളർന്നിരിക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് രേണു കുറിച്ചത്. കടുത്ത ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണെന്ന് താനെന്നും താരം വ്യക്തമാക്കിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ PICC ലൈൻ ചികിത്സയാണ് രേണു തേടുന്നത്. കീമോതെറാപ്പിയുടെ വേദന താങ്ങാൻ പറ്റാത്തവർക്ക് PICC ലൈൻ ആശ്വാസമാണ്. കയ്യിലെ ഒരു പ്രധാന രക്തക്കുഴലിലൂടെ പ്രത്യേക കാത്തറ്റർ സ്ഥാപിച്ച് മരുന്നുകൾ നേരിട്ട് ശരീരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് PICC ലൈൻ. ആവർത്തിച്ചുള്ള സൂചികുത്തലുകൾ ഒഴിവാക്കാനും ദീർഘകാല ചികിത്സ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായി നടത്താനും ഇതിലൂടെ കഴിയും. രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന സാഹചര്യത്തിൽ തുടർച്ചയായ ചികിത്സയ്ക്കായി വലിയ തുക ആവശ്യമുണ്ട്. രോഗം 3ാം സ്റ്റേജിലാണെന്നും ഹൃദയത്തിലെ മസിലുകളിലേക്കും ശ്വാസകോശത്തിലേക്കും ക്യാൻസർ വ്യാപിച്ചതായും അവസ്ഥ അല്പം മോശമാണെന്നും രേണു നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പണപ്പിരിവുകൾക്കെതിരെ രേണു ശക്തമായി പ്രതികരിച്ചിരുന്നു. എന്നെ ജീവനോടെ കൊല്ലരുത്. എന്റെ പേരിൽ പണം പിരിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് രേണു തന്നെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മുൻപത്തെ പോലെ ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമല്ലാത്തതിനാൽ സബ്സ്ക്രിപ്ഷൻ വഴിയും യൂട്യൂബ് ചാനലിലൂടെയും പരമാവധി വീഡിയോകൾ ചെയ്ത് ചികിത്സാ ചെലവിനുള്ള പണം കണ്ടെത്താനാണ് രേണു ശ്രമിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർ യൂട്യൂബ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നും വ്യാജ അക്കൗണ്ടുകളിൽ വഞ്ചിതരാകരുതെന്നും രേണു അഭ്യർത്ഥിച്ചു. ഇനി കീമോയൊക്കെ തുടങ്ങിയാൽ മുടിയൊക്കെ പോവും. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യും. ബ്ലോഗായിട്ടാണെങ്കിലും കാര്യങ്ങൾ പറയും. എല്ലാത്തിനും കൂടെ വരുന്നത് ചേച്ചിയാണ്. നേഴ്സായി ജോലി ചെയ്യുകയാണ്. അവധിയൊക്കെ എടുത്ത് എന്റെ കൂടെ വരുന്നത് ചേച്ചിയാണ്. ഞാൻ കള്ളം പറയുകയാണെന്നുള്ള കമന്റുകളൊക്കെ കണ്ടിരുന്നു. ഞാൻ എന്തിനാണ് ഇതേക്കുറിച്ച് കള്ളം പറയുന്നത്? ആദ്യം വന്നത് മാറിലാണ്. ഇപ്പോൾ അത് മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. എന്റെ മാനേജറായ കരിഷ്മയാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞത്. എത്രയും പെട്ടെന്ന്
ഓക്കെ ആക്കി കൊടുക്കണേ ദൈവമേ. തിരിച്ചു വന്നിരിക്കും ചേച്ചി. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഭയപ്പെടാതിരിക്കൂ. ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കൂ. ഈ സമയത്ത് ഏറ്റവും ആവശ്യം ധൈര്യവും പ്രത്യാശയുമാണ്. ഏത് സാഹചര്യവുമായും മനസ്സ് തളരരുത്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടപ്പിറപ്പിന്റെ വേദന മനസ്സിലാക്കിയ ചേച്ചി, എല്ലാം പെട്ടെന്ന് മാറട്ടെ. നെഗറ്റീവ് പറയുന്നവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട എന്നായിരുന്നു രേണുവിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. ഇത് ആഘോഷമാക്കരുത്. ഒത്തിരി രോഗം വന്നവർ ഇപ്പോഴും ആരും അറിയാതെ ജീവിക്കുന്നു. സാരമില്ല രേണു, എല്ലാം പെട്ടെന്ന് ശരിയാവും. ദൈവം കൂട്ടിനുണ്ടാവും. ഞങ്ങളുടെ പ്രാർത്ഥനയും അതൊന്നും കാണുവാനുള്ള ശക്തിയില്ല. എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമാക്കട്ടെ. ഈ സമയത്ത് പറയാൻ പാടില്ല, എന്നാലും എന്തൊരു അഹങ്കാരമായിരുന്നു നേരത്തെ. ഇത്രയുള്ളൂ മനുഷ്യൻ, ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല തുടങ്ങിയ കമന്റുകളും പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നു. ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ ആദരാഞ്ജലികൾ പോസ്റ്റ് കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ കുടുംബത്തിലാണ് ഈ അസുഖമെങ്കിലോ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. പറയുന്നവർ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ അവരൊന്നും കടന്നു പോകാതെ വരട്ടെ എന്നേ പറയാനുള്ളൂ എന്നുമായിരുന്നു രേണു മുൻപ് പറഞ്ഞത്. അതേസമയം തന്റെ ചികിത്സയെക്കുറിച്ച് രേണുസുതി സംസാരിച്ചിരുന്നു. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പിക് ലൈനാണിത്. ഈ ലൈൻ ഇങ്ങനെ വന്ന് നമ്മുടെ ഹാർട്ടിന്റെ ധമനിയിലേക്കാണ് കിടക്കുന്നത്. അസ്വസ്ഥതകളും ബ്ലീഡിങ്ങും വേദനയും എനിക്കുണ്ട്. ഞാൻ കുഞ്ഞിലെ മുതലേ ദൈവവിശ്വാസിയാണ്. പ്രാർത്ഥനയുമായി നടന്ന ആളാണ്. കുറെ നാളായി തിരക്ക് മൂലം ഓടി നടക്കുകയായിരുന്നു. രോഗശൈലിയിൽ ആയപ്പോഴാണ് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായത്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും ആശ്വാസപ്രദമായ കാര്യം തന്നെയാണത്. ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടക്കട്ടെ. കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഉറക്കം കുറവായിരുന്നു. ചുറ്റുമുള്ള ഒരുപാട് പേർ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞപ്പോഴും ഞാൻ പതറാതെ നിന്നു. ഇപ്പോഴും ഞാൻ പതറിയില്ല. ആദരാഞ്ജലി പോസ്റ്റ് ഇട്ടവരോട് എനിക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ AI വെച്ച് ഞാൻ ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഫോട്ടോയും വരും. അവരോടൊക്കെ ദൈവം ക്ഷമിക്കട്ടെ. അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ വരരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ പോസ്റ്റ് ഇട്ടവനോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവൻ അവന്റെ റീച്ചിന് വേണ്ടി ചെയ്തതാണ്. ആരും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് മരിച്ചെന്ന് പറയരുത്. മരണം ദുഃഖകരമായ സംഭവമാണ്. ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരരുതേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മരണമെന്നും രേണുസുതി പറഞ്ഞിരുന്നു. രേണുവിനെ പിന്തുണച്ചു നിരവധി കമന്റുകൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ട രേണു, ഇത്രയും വേദനകൾക്കിടയിലും പടച്ചവനിൽ ആശ്രയിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന നിങ്ങളുടെ മനസ്സ് കാണുമ്പോൾ വലിയ ബഹുമാനം തോന്നുന്നു. തുടക്കത്തിൽ പാടിയ പാട്ട് മനസ്സിൽ ഒരുപാട് സമാധാനം തന്നു. ചിലർ റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന വ്യാജ വാർത്തകളും ആദരാഞ്ജലി പോസ്റ്റുകളും കണ്ട് ഒട്ടും വിഷമിക്കരുത്. അവരോട് ക്ഷമിക്കാൻ കാണിച്ച നിങ്ങളുടെ ആ വലിയ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ വിജയം. ജാതിയും മതവും നോക്കാതെ ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. വരാൻ പോകുന്ന കീമോയും ചികിത്സകളും ഒക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ പടച്ചവൻ നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകട്ടെ. എല്ലാ വേദനകളും മാറി പൂർണ്ണ ആരോഗ്യത്തോടെ രേണു എത്രയും വേഗം തിരിച്ചു വരണം. പ്രാർത്ഥനകളോടെ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും. വേഗം സുഖമാകട്ടെ എന്നാണ് ഒരു കമന്റ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.